ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് അടിപൊളിയൊരു ടിപ്സുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമാണല്ലോ മിക്സി. കാരണം നമ്മൾക്ക് ആർക്കും ഇപ്പോൾ ശരീരം അനങ്ങിയുള്ള പണികളൊന്നും വയ്യ. ഈ പറയുന്ന എനിക്ക് ഉൾപ്പെടെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് എന്തൊക്കെ സാമഗ്രികൾ സാധനങ്ങളാണ് വേണമെന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ നിത്യവും കാണുന്ന, അതായത് ഒരുപാട് പൈസയൊന്നും കൊടുത്ത് വാങ്ങേണ്ടി വരില്ല, വിനെഗറും അതേപോലെ തന്നെ സോഡാപ്പൊടിയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ബ്രഷ്. ഞാൻ ഈ ബ്രഷ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ബ്രഷ് വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് സോഡാപ്പൊടി എടുക്കുക. നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് വശത്താണല്ലോ ഈ അഴുക്ക് അടിഞ്ഞ് കൂടാറ്. അപ്പോൾ അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വിനെഗർ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് എവിടെയും കാണാൻ പറ്റുന്നതാണ്. കാരണം സോഡാപ്പൊടിയും വിനെഗറും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പതഞ്ഞ് വരാറ് പതിവുണ്ട്. അപ്പോൾ അതിങ്ങനെ പതഞ്ഞ് വരുന്ന കൂട്ടത്തിൽ ഇതിനകത്തുള്ള അഴുക്ക് കൂടിയാണ് ഇളകി വരുന്നത് കേട്ടോ. അപ്പോൾ നോക്കി ആ പത ഇങ്ങനെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൽ അഴുക്കും കൂടി ഇളകി വരുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല വീഡിയോയിൽ, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നീട് നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ 4 സൈഡും ഇങ്ങനെ ഉരച്ച് നന്നായിട്ട് കഴുകിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ അടുങ്ങിയിരിക്കുന്ന അഴുക്കുകൾ കാണും. ഇതിനെ ഇളക്കണമെങ്കിൽ ഈ ബ്രഷ് വേണം. ഈ ബ്രഷ് അങ്ങോളം എത്തുന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്പൂണിൻ്റെയൊക്കെ ബാക്ക് വശം ഉണ്ടല്ലോ, ആ ഒരു ബാക്ക് വശം ഉപയോഗിച്ച് ഇതിൻ്റെ ആ ഒരു കോർണറിലൊക്കെ ഇരിക്കുന്ന ആ ഒരു അഴുക്കിനെ ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 2-3-4 സെക്കൻഡൊക്കെ അതിനകത്തിൽ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് കുതിർന്ന് നന്നായിട്ട് ഇളകി വരും അഴുക്ക് കേട്ടോ. ഈ വിനാഗിരി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്തിനും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതേപോലെ ഈ സോഡാപ്പൊടിയും വിനാഗിരിയും കൂടെ ചേരുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷനും റിയാക്ഷനും ഒക്കെ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ്, ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിത് ദിവസം ഉപയോഗിക്കുന്നെങ്കിലും നമ്മളതിൻ്റെ ബാക്ക് വശമൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ഈ അടുത്ത സമയത്താണ് എനിക്കിതൊന്ന് ശ്രദ്ധിക്കേണ്ടതായി വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എന്തായാലും നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിപ്പുണ്ട്. എന്തായാലും ആരും കാണാഞ്ഞ കാര്യമായി എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അങ്ങനെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് എന്തായാലും സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. അയ്യോ, ഞാനിങ്ങനെ ഒന്ന് കാണിച്ചപ്പോഴത്തേക്ക് വെള്ളം താഴെ പോയിട്ടോ. അപ്പോൾ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഞാനൊന്ന് കുതിർക്കുകയാണ് അത് കേട്ടോ. എത്രത്തോളം നമ്മൾ സമയം അതിനകത്തിൽ വെച്ചിരിക്കുന്നോ അത്രത്തോളം സമയം അത് അവിടെ ഇരുന്നിട്ട് ആ അഴുക്കിനെയൊക്കെ ഇളക്കി വിടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അഴുക്ക് കണ്ടോ, ഇളകി അതിനകത്ത് ഇരിക്കുന്നതാണോ, നിറച്ച് അഴുക്കുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നന്നായിട്ട് അഴുക്കുണ്ട് അതിനകത്തിൽ, കണ്ടോ. അപ്പോൾ ഇതിനെ ഇപ്പം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലായിടവും കാണും കേട്ടോ. മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് വശം നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. മിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ. ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. കാരണം എന്താണ്, അതങ്ങനെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലി തിരക്കിനിടയിൽ ഇതൊന്നും ചിലപ്പം ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അതാ കണ്ടോ, ഇത്രയും അഴുക്ക് അതിനകത്തിലിരുന്നതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും എൻ്റെ മിക്സി വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് പരീക്ഷിച്ച് നോക്കണേ. അടിപൊളിയാണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, എൻ്റെ മിക്സിയൊക്കെ വൃത്തിയായി കേട്ടോ. അപ്പോൾ ഇനി ഇത്തരം ടിപ്സുകൾ പ്രതീക്ഷിച്ചോളൂ. താങ്ക്